മോളെ, ആ പാവ ഇങ്ങിത്താ. അത് അഴുക്കാണ്. അച്ഛൻ വേറെ നല്ലൊരു പാവ വാങ്ങിത്തരാം. ഗോകുൽ സ്നേഹത്തോടെ പറഞ്ഞതും അനുമോളുടെ കണ്ണുകൾ പെട്ടെന്ന് തീക്ഷ്ണമായി. എനിക്ക് ഈ പാവ തന്നെ മതിയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു അച്ഛനോട്. കുട്ടിയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത കടുപ്പം. മകളുടെ ഈ വാശി കണ്ട് ദേഷ്യത്തോടെ അവൻ ആ പാവയെ പിടിച്ചു വാങ്ങാനായി പാവയിൽ സ്പർശിച്ചതും ചുറ്റുമുള്ള അന്തരീക്ഷം തണുത്തുറഞ്ഞു. തെങ്ങോലകൾ ഉലഞ്ഞു. എവിടെ നിന്നോ ഒരു ഉൾഭയം അവനെ പൊതിഞ്ഞു. അനുമോൾ തല ഉയർത്തി നോക്കി. അടുത്ത നിമിഷം അപ്രതീക്ഷിതമായ ശക്തിയോടെ അവൾ അവനെ ആഞ്ഞു തള്ളി. ഒരു 7 വയസ്സുകാരിയുടെ ശക്തിയായിരുന്നില്ല അവൾക്കപ്പോൾ. അവനെ ആ ശക്തി പിന്നിലേക്ക് തെറിപ്പിച്ചു. തറയോടുകൾ നിരത്തിയ മുറ്റത്തേക്ക് അവൻ മലർന്നടിച്ചു വീണു. ടൈലിൽ തലയടിച്ചപ്പോൾ ഉണ്ടായ നിലവിളി നേരിയതാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു ഭൂകമ്പമുണ്ടായി. വേദന മറന്നു നേരെ നോക്കിയപ്പോൾ കയ്യിലെ പാവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിർവികാരയായി തന്നെ നോക്കി നിൽക്കുന്ന മകളെയാണവൻ കണ്ടത്. ആ കാഴ്ചയിൽ ഭയം നിറഞ്ഞ് അയാൾ പതിയെ എഴുന്നേറ്റ് നിന്നു. ആ നിമിഷം വീടിൻ്റെ വാതിൽ തുറന്ന് അവൻ്റെ ഭാര്യ ഗായത്രി സംശയത്തോടെ പുറത്തേക്ക് വന്നു. അതുവരെ നിർവികാരതയോടെ നിന്നിരുന്ന അനുമോളുടെ ഭാവം ഞൊടിയിടയിൽ മാറിമറിഞ്ഞു. ആ കണ്ണുകളിൽ ഭയം മാറി നിസ്സഹായതയും സങ്കടവും നിറഞ്ഞു. അവൾ അലറിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അമ്മേ, അച്ഛൻ എൻ്റെ പാവയെ തറയിലിട്ട് ചവിട്ടിക്കൂട്ടി, എന്നിട്ട് എന്നെ നുള്ളി വേദനിപ്പിച്ചു. അവൾ വിതുമ്പിക്കൊണ്ട് ഇടത് കൈത്തണ്ടയിൽ ചുവന്നു തുടുത്ത നുള്ളിയ പാട് കാണിച്ചു. നിലത്തുനിന്ന് ഭീതിയോടെ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്ന ഗോകുൽ ഞെട്ടിത്തരിച്ചുപോയി. സ്വന്തം മകൾ സ്വന്തം കണ്ണുകൾക്ക് മുന്നിൽ താൻ അറിയാത്തൊരു കഥ മെനയുന്നത് അവന് വിശ്വസിക്കാനായില്ല. ഗായത്രിയുടെ മുഖം കടുത്തു. അവളുടെ കണ്ണുകൾ ഭർത്താവിന് നേരെ തീക്ഷ്ണമായി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നിശബ്ദനായി നിന്ന ഗോകുലിൻ്റെ അടുത്തേക്ക് ഗായത്രി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കെന്താ ഭ്രാന്തായ? എന്നോടെന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്നോട് തീർക്കണം, അല്ലാതെ മോളോടല്ല. ഗായത്രിയുടെ ശബ്ദമുയർന്നു. മുറ്റത്ത് തലയിടിച്ചതിൻ്റെ നേരിയ വേദനയിലും അവൻ ഏറ്റവും വലിയ ആഘാതമേൽപ്പിച്ചത് സ്വന്തം ഭാര്യയുടെ ഈ സംശയത്തോടെയുള്ള നോട്ടമായിരുന്നു. അനുമോൾ ഈ സമയം അമ്മയുടെ സാമീപ്യത്തിൽ സുരക്ഷിതയായി നിന്ന് അവനെ തുറച്ചു നോക്കി. ആ നോട്ടത്തിൽ ഒരു കുറ്റബോധമോ ഭയമോ ഉണ്ടായിരുന്നില്ല. പകരം നേരിയ ഒരു പുച്ഛം അവന് കാണാൻ സാധിച്ചു. ഇവൾ നുണ പറയുകയാണ് ഗായത്രി, അവൻ തുടർന്നു. ഞാൻ അവളെ നുള്ളിയിട്ടില്ല. ആ പാവ, അതിനൊരു കുഴപ്പമുണ്ട്. അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുൻപ് ഗായത്രി അവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നാണമില്ലേ നിങ്ങൾക്ക്? കുട്ടിയെ നുള്ളി നോവിച്ചിട്ട് ഇങ്ങനെ നുണ പറയാൻ? വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതുവരെ മോളുടെ കയ്യിൽ ആ പാടുണ്ടായിരുന്നില്ലല്ലോ. ഗോകുലിൻ്റെ മുഖത്ത് പടർന്ന ഭയം മകളെ ഉപദ്രവിച്ച ശേഷം പിടിക്കപ്പെട്ടവൻ്റെ ജാള്യതയായി മാത്രമേ ഗായത്രിക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രതിരോധങ്ങളെല്ലാം അവൾ തള്ളിക്കളഞ്ഞു. അവൾ അവനെ പൂർണ്ണമായി നിശബ്ദനാക്കിക്കൊണ്ട് പറഞ്ഞു, മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇനി എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഗായത്രി അനുമോളെ ചേർത്ത് അകത്തേക്ക് നടന്നപ്പോൾ ഗോകുൽ നിസ്സഹായനായി മുറ്റത്ത് നിന്നു. വാതിൽക്കലെത്തിയപ്പോൾ അനുമോൾ ഒന്ന് തിരിഞ്ഞു നിന്നു. ആ നിമിഷം അവൾ ഗോകുലിനെ നോക്കി ചിരിക്കുന്നത് പോലെ അവന് തോന്നി. അതൊരു നിഷ്കളങ്കമായ ചിരിയായിരുന്നില്ല. പകരം നേരിയ ഒരു പരിഹാസം അതിലുണ്ടായിരുന്നു. പെട്ടെന്ന് അവർ താമസിക്കുന്ന ഇരുനില വീട്ടിൽ വൈദ്യുതി തിരികെ വന്നു. വീട്ടിനടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപാരാധനയുടെ മണിനാദം കാതുകളിലെത്തിയപ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞു, ഭഗവാനെ, എന്താണിവിടെ നടന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവൻ്റെ ഉള്ളിൽ ഭയവും അമ്പരപ്പും ഒരുപോലെ കൂടി വന്നു. 34 വയസ്സുകാരനായ ഗോകുൽ പതിയെ സിറ്റൗട്ടിലേക്ക് കയറി. അവനേക്കാൾ 2 വയസ്സിലായ ഭാര്യ ഗായത്രിയും അവനും വിവാഹിതരായിട്ട് 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. കൊല്ലം സിറ്റിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെ മണ്ണൂർക്കാവ് എന്ന സുന്ദരമായ ഗ്രാമത്തിലായിരുന്നു അവരുടെ ഇരുനില വീട്. വഴക്കുകൾ അവരുടെ ജീവിതത്തിൽ പതിവായിരുന്നു. അന്ന് ഞായറാഴ്ച വൈകുന്നേരം പതിവ് പോലെ ഒരു ചെറിയ വഴക്കിന് ശേഷമാണ് ഗോകുൽ മകളുമായി കൊല്ലം ബീച്ചിലേക്ക് ഇറങ്ങിപ്പോയത്. ഏകദേശം 4 മണിയോടെ ബീച്ചിലെത്തി കടലയും കുറിച്ചുകൊണ്ട് നടക്കുന്നതിനിടെയാണ് മണൽത്തിട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവൾ ആ പാവയെ കണ്ടത്. കൗതുകത്തോടെ അത് കയ്യിലെടുത്ത അനുമോളിൽ നിന്ന് ഗോകുൽ അത് വാങ്ങിക്കളയാൻ ശ്രമിച്ചെങ്കിലും മകളുടെ നിർബന്ധത്തിനു മുന്നിൽ അവന് വഴങ്ങേണ്ടി വന്നു. തിരികെ കാറിൽ കയറാൻ നേരം കടയിൽ നിന്ന് പുതിയ പാവയെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. അങ്ങനെ ദേഷ്യത്തോടെ അവളുമായി വൈകിട്ട് 6:30 വീട്ടിലെത്തി. ഗേറ്റ് കടന്ന് മകളെ മുറ്റത്തിറക്കി പോർച്ചിൽ കാർ പാർക്ക് ചെയ്തു വന്നപ്പോഴാണ് അസാധാരണമായ ആ സംഭവങ്ങൾ അരങ്ങേറിയത്. ഗോകുലിൻ്റെ മനസ്സിൽ ഒരു വെളിച്ചം മിന്നിമറഞ്ഞു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരേയൊരു വഴിയുണ്ട്: വീട്ടിലെ CCTV ക്യാമറകൾ. പോർച്ചിന് പുറത്തുള്ള ക്യാമറയിൽ താൻ കാർ പാർക്ക് ചെയ്തതും മകളെ മുറ്റത്തിറക്കിയതും ഉൾപ്പെടെയെല്ലാം കൃത്യമായി പതിഞ്ഞിട്ടുണ്ടാകും. അവൻ വേഗത്തിൽ CCTV മോണിറ്റർ വെച്ചിരുന്ന മുറിയിലേക്ക് പാഞ്ഞു. എന്നാൽ മുറിയുടെ വാതിൽക്കലെത്തിയപ്പോഴാണ് ആ സത്യം അവനെ തളർത്തിയത്. തങ്ങൾ വീട്ടിലെത്തിയ സമയത്ത് കറണ്ട് ഇല്ലാതിരുന്നതിനാൽ ക്യാമറകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകില്ല. സത്യം തെളിയിക്കാനുള്ള ഏക വഴി അടഞ്ഞതോടെ ഗോകുലിൻ്റെ ഉള്ളിൽ ഭയം ഒരു തീവ്ര വേദനയായി മാറി.
ഇനിയെല്ലാം സംസാരിച്ച് തീർക്കുകയേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി ഗോകുൽ ഗായത്രിയുടെ മുറിക്ക് മുന്നിലെത്തി. എന്നാൽ ഈ ദേഷ്യത്തിൽ തൻ്റെ വാക്കുകൾ അവൾ വിശ്വസിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ആ നിമിഷം വാതിൽ തുറക്കാതെ അവൻ പിന്തിരിഞ്ഞു. നാളത്തെ പ്രഭാതം ഒരുപക്ഷെ എല്ലാം ശരിയാക്കിയേക്കാം എന്ന ചിന്തയിൽ അവൻ ഹാളിലെ സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങി. പിറ്റേന്ന് വൈകുന്നേരം പതിവ് പോലെ ഗോകുൽ ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലെത്തി. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഹാളിലെ കസേരയിൽ ആ ദുരൂഹമായ പാവ ശാന്തമായിരിക്കുന്നു. അതിനെ കണ്ടതും ഗോകുലിന് നിയന്ത്രണം വിട്ട് ദേഷ്യം ഇരച്ചുകയറി. അവൻ ചുറ്റും കണ്ണോടിച്ചു. അനുമോളെയും ഭാര്യ ഗായത്രിയെയും കണ്ടില്ല. കഴിഞ്ഞ ദിവസത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ പാവയാണ് കാരണമെന്ന് ഉറപ്പിച്ച അവൻ രോഷത്തോടെ അതിനെ കയ്യിലെടുത്തു. ഇനിയും ഇവിടെ ഇരുന്ന് എൻ്റെ സമാധാനം കളയേണ്ട എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ വീടിന് പിൻവാതിലിലൂടെ വെളിയിലിറങ്ങി ദേഷ്യത്തോടെ പാവയെ ശക്തിയായി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ ഗോകുൽ തിരിഞ്ഞതും അവൻ മുന്നിൽ കണ്ട കാഴ്ചയിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയിരുന്നു. താൻ തൊട്ടുമുമ്പ് തോട്ടിലെറിഞ്ഞ അതേ പാവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുമോൾ ഭയാനകമായ ദേഷ്യത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. ആ നിമിഷം തന്നെ അന്തരീക്ഷം ആകെ മാറി. മുറ്റത്തെ ഇരുട്ടും നിശബ്ദതയും വല്ലാതെ കട്ടിക്കൂടിയതുപോലെ അവന് തോന്നി. അനുമോളുടെ ദേഷ്യമുള്ള മുഖഭാവം പെട്ടെന്ന് മാറി. അവളുടെ കണ്ണുകളിൽ ഒരുതരം കൗശലം നിറഞ്ഞു. അതിലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അടുത്ത കാഴ്ച. അവൾ സ്വന്തം കൈയിലെ മൃദുലമായ തൊലിയിൽ നഖമാഴ്ത്തി ശക്തിയായി വലിച്ചെടുത്ത് ഒരു ചുവന്ന പാടുണ്ടാക്കി. കണ്ടത് വിശ്വസിക്കാനാവാതെ ഗോകുൽ ഭീതിയോടെ 2 അടി പിന്നോട്ട് നടന്നു. ഉടൻ തന്നെ അവൾ ഉച്ചത്തിൽ കരഞ്ഞ് ബഹളമുണ്ടാക്കി അമ്മയുടെ അടുത്തേക്ക് ഓടി. അച്ഛൻ വീണ്ടും നുള്ളിയ പാടാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കയ്യിലെ പാട് ഗായത്രിയെ കാണിച്ചു. ഇതോടെ ഗായത്രിയും ഗോകുലും തമ്മിൽ വലിയ വഴക്കായി. ഒടുവിൽ ഇനിയൊരു നിമിഷം അവിടെ നിൽക്കാനാവില്ലെന്ന് പറഞ്ഞ് അവൾ മകളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകാനിറങ്ങി. ഗോകുൽ എത്ര തടഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കാതെ സ്കൂട്ടർ എടുത്ത് അനുമോളുമായി ഗേറ്റ് കടന്നുപോയി. ഗോകുൽ നിസ്സഹായനായി നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് അവൻ്റെ ഉറ്റ സുഹൃത്തും സഹപാഠിയുമായിരുന്ന മനു വീട്ടിലേക്ക് കയറി വരുന്നത്. എടാ, കാർ ഞാനെടുത്തോട്ടെ, അത്യാവശ്യമായിട്ടൊന്ന് ടൗൺ വരെ പോകണം, മനു ചോദിച്ചു. ഗോകുലിൻ്റെ കാർ സർവീസിന് കൊടുത്തതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ മനുവിൻ്റെ കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗോകുലും ഗായത്രിയും മനുവും ഒരേ കോളേജിൽ പഠിച്ചവരാണ്. ഗോകുലിൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ടപ്പോൾ തന്നെ മനുവിനെന്തോ പന്തികേട് തോന്നി. കാര്യമെന്താണെന്ന് തിരക്കിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്ന അവിശ്വസനീയമായ കാര്യങ്ങൾ മുഴുവൻ ഗോകുൽ അവനോട് വിവരിച്ചു. അതെല്ലാം കേട്ട മനു വിശ്വസിക്കാനാവാതെ ഗോകുലിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു, എടാ ഗോകുലേ, നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ പാവയിൽ ഏതേലും ദുരാത്മാവ് കൂടിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. നീ വിഷമിക്കേണ്ട, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഞാൻ ടൗണിൽ പോയി വന്നിട്ട് നമുക്കൊരുമിച്ച് ഗായത്രിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. സംസാരിച്ചു തീർന്നതും മനു കാർ സ്റ്റാർട്ട് ചെയ്ത് ടൗണിലേക്ക് യാത്രയായി. അവൻ വളവ് തിരിഞ്ഞതും പെട്ടെന്ന് ഗോകുലിൻ്റെ ശ്രദ്ധ കാറിനുള്ളിലെ ഡാഷ് ക്യാമിലേക്ക് പോയി. കാറിൻ്റെ പിൻഭാഗം പകർത്തുന്ന ആ ചെറിയ ക്യാമറ അവൻ്റെ കണ്ണിലുടക്കിയ നിമിഷം അവൻ കൈയടിച്ച് മനുവിനെ ഉറക്കെ വിളിച്ചു. മനു അല്പം ദൂരം പോയി ബ്രേക്കിട്ട് കാർ നിർത്തിയതും ഗോകുൽ ഓടി കാറിനടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഈ ഡാഷ് ക്യാം വർക്കിംഗ് ആണോ? പരിഭ്രമത്തോടെ മനു പറഞ്ഞു, ആടാ, വർക്കിംഗ് തന്നെയാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നടന്നപ്പോൾ കാർ ഓഫായിരുന്നല്ലോ, അപ്പോൾ ഒന്നും റെക്കോർഡായിട്ടുണ്ടാവില്ല. ഗോകുൽ തുടർന്നു. എങ്കിലും ഞാൻ കാർ പോർച്ചിൽ പാർക്ക് ചെയ്യുമ്പോൾ അനുമോൾ മുറ്റത്തിറങ്ങി നിന്നിരുന്നു. ആ സമയത്തെ ദൃശ്യങ്ങളെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. സമയം കളയാതെ മനു കാറിൻ്റെ ഡാഷ് ക്യാമിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിയെടുത്തു. ഇരുവരും വേഗം വീടിനകത്തേക്ക് പാഞ്ഞു. ലാപ്ടോപ്പിൽ അത് കണക്ട് ചെയ്ത് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ 2 പേരും അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയിരുന്നു. ഗോകുൽ പോർച്ചിലേക്ക് കാർ മുന്നോട്ടോടിച്ച് കയറ്റുന്ന നിമിഷം കാറിൻ്റെ പിറകിൽ മുറ്റത്ത് അനുമോൾ ഉണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് കയ്യിലിരുന്ന പാവയെ നിലത്തേക്കിട്ട് ശക്തിയായി ചവിട്ടി വികൃതമാക്കി. ചുറ്റും നോക്കിയ ശേഷം ആരും കാണുന്നില്ലെന്നുറപ്പുവരുത്തി അവൾ തൻ്റെ കൈകളിൽ സ്വയം നഖമാഴ്ത്തി മുറിവുണ്ടാക്കി ആ ചുവന്ന പാട് വ്യക്തമാക്കിക്കൊണ്ടു നിന്നു. ഇതെല്ലാം അനുമോൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതായിരുന്നു എന്ന് മനുവിനും പൂർണ്ണമായി ബോധ്യമായി. തനിക്കിതൊന്നും തോന്നിയതായിരുന്നില്ല, മറിച്ച് അനുമോൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അല്ലാതെ അവൾ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല എന്നും വേദനയോടെ ആ അച്ഛൻ മനസ്സിലാക്കി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ മനു അനുമോളുടെ കിടപ്പുമുറിയിലേക്ക് നടന്നു. അവിടെ മേശപ്പുറത്ത് തുറന്നു വെച്ചിരുന്ന ഒരു ഡ്രോയിങ് ബുക്കിലായിരുന്നു അവൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. അതിൽ നിറയെ കുത്തിവരച്ച ചിത്രങ്ങളായിരുന്നു. എന്നാൽ പേജുകൾ മറിക്കും തോറും അവൻ്റെ ഉള്ളു പിടഞ്ഞുപോയി. അതിലെല്ലാം അനാമിക എന്ന പേര് പലതവണ ആവർത്തിച്ചെഴുതിയിരിക്കുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ അവസാന പേജ് മറിച്ചു. അതിൽ ക്രയോൺസ് കൊണ്ട് വരച്ചു ചേർത്ത ഒരു പെൺകുട്ടിയുടെ ചിത്രം കണ്ടതും മനുവിൻ്റെ രക്തം മരവിച്ചുപോയി. ഭയത്താൽ വിറച്ചുപോയ അവൻ 2 അടി പിന്നോട്ട് മാറി. ആ മുഖം, അത് അനാമികയുടേതായിരുന്നു. അവരുടെ ഡിഗ്രി ക്ലാസ്സിൽ കൂടെ പഠിച്ച, വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടത്തിൽ മരിച്ചുപോയ അതേ അനാമിക. മനുവിൻ്റെ പരവേശത്തോടെയുള്ള നിൽപ്പ് കണ്ട് ഓടിയെത്തിയ ഗോകുലും
ആ ചിത്രം കണ്ട് വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നു. അതേ നിമിഷം അതിഭയങ്കരമായൊരു കാറ്റ് ആഞ്ഞുവീശി. വീടിൻ്റെ ജനലുകളും വാതിലുകളും വലിയ ശബ്ദത്തോടെ അടിക്കാൻ തുടങ്ങി. ഭയം ഇരട്ടിപ്പിക്കുന്ന രീതിയിൽ അന്തരീക്ഷം പെട്ടെന്ന് ഭീകരമായി. ഈ ഭീകരതയിൽ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവർ ഉടൻ തന്നെ മുറിക്ക് പുറത്തിറങ്ങി. ഒട്ടും സമയം പാഴാക്കാതെ ഡാഷ് ക്യാം ദൃശ്യങ്ങൾ പകർത്തിയ ആ വീഡിയോ ക്ലിപ്പ് മനു ഗായത്രിക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. അതോടൊപ്പം അവൻ അവളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഗായത്രി, ഗൂഗിൾ പറഞ്ഞതെല്ലാം സത്യമാണ്. കാറിലെ ഇന്നലത്തെ ഡാഷ് ക്യാം ഫൂട്ടേജ് ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. വേറെ ആരും ഇതറിയേണ്ട. നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. ഫോൺ കട്ട് ചെയ്തയുടൻ വിറയ്ക്കുന്ന കൈകളോടെ ഗായത്രി ആ വീഡിയോ പ്ലേ ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ കാഴ്ച കണ്ട് അവൾ അക്ഷരാർത്ഥത്തിൽ മരവിച്ചുപോയി. തൻ്റെ അനുമോൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. ഫോണിൽ നിന്ന് കണ്ണെടുത്ത് ശ്വാസമടക്കി പിടിച്ച് അവൾ മെല്ലെ മുറിക്ക് പുറത്തേക്ക് ഒടിഞ്ഞു നോക്കി. അവിടെ ഹാളിൽ മുത്തശ്ശിയോടൊപ്പം ആ പാവയെ കെട്ടിപ്പിടിച്ച് നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് കളിക്കുകയാണ് അനുമോൾ. വീഡിയോയിലെ ക്രൂരമായ മുഖവും ഇപ്പോൾ കാണുന്ന ചിരിക്കുന്ന മുഖവും തമ്മിലുള്ള വ്യത്യാസം ഗായത്രിയുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഭയം നിറച്ചു. ആ ചിരിയിലും നോട്ടത്തിലും ഒളിഞ്ഞിരിക്കുന്ന വല്ലാത്തൊരു മാറ്റം തിരിച്ചറിഞ്ഞതോടെ അവിടെ നിൽക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല. മറുത്തൊന്നും ചിന്തിക്കാതെ അവൾ വേഗം ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു. തിരിച്ചെത്തിയ ഗായത്രി താൻ കണ്ട കാഴ്ചകളുടെ ആഘാതത്തിൽ ഗോകുലിൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ സങ്കടവും കുറ്റബോധവും കാരണം അവൾ തകർന്നുപോയിരുന്നു. ആ സമയത്താണ് മനു അനുമോളുടെ ഡ്രോയിങ് ബുക്കുമായി അവർക്ക് മുന്നിലെത്തിയത്. അവനൊന്നും പറയാതെ വിറയ്ക്കുന്ന കൈകളോടെ ആ ബുക്കിൻ്റെ അവസാന പേജ് ഗായത്രിക്ക് നേരെ തുറന്നു പിടിച്ചു. അതിൽ വരച്ചു വെച്ചിരുന്ന അനാമികയുടെ മുഖം കണ്ടതും ഗായത്രി സ്തബ്ധയായി നിന്നു. അത് തങ്ങളുടെ പഴയ സഹപാഠി അനാമിക തന്നെയായിരുന്നു എന്ന് ഗായത്രി തിരിച്ചറിഞ്ഞു. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അനാമികയ്ക്ക് ഗോകുലിനോട് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ അവൻ അവളുടെ പ്രണയത്തെ ഗൗരവമായി കാണാതെ തമാശയാക്കി തള്ളുകയും പലപ്പോഴും അവളെ കളിയാക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ജൂനിയറായിരുന്ന ഗായത്രിയുമായി ഗോകുൽ അടുക്കുന്നത്. അതോടെ അനാമികയുടെ മനസ്സിൽ അവരോട് വലിയ പകയും ദേഷ്യവുമായി. അതിനുശേഷം മാസങ്ങൾ കഴിയുമ്പോളായിരുന്നു ഒരു കാർ അപകടത്തിൽ അവൾ മരിക്കുന്നത്. ആ പഴയ കഥകൾ മനുവിനും ഗായത്രിക്കും നന്നായി അറിയാമായിരുന്നു. ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ പഴയ പക ഇപ്പോൾ തങ്ങളുടെ മകളിലൂടെ അനാമിക തീർക്കുകയാണോ എന്നോർത്ത് അവർ ഭയന്നു വിറച്ചു. ഒരു നിമിഷം പോലും കളയാതെ അവർ 3 പേരും മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അനാമികയുടെ വീട്ടിലേക്ക് തിരിച്ചു. റോഡരികിൽ കാർ നിർത്തി റബ്ബർ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഇടവഴിയിലൂടെ അവർ മുന്നോട്ട് നടന്നു. വർഷങ്ങൾക്ക് ശേഷം അവിടെ എത്തിയ ഗോകുലിന് ആ പരിസരമാകെ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. പഴയതിനേക്കാൾ കൂടുതൽ കാട് പിടിച്ച് ആ വീട് വല്ലാത്തൊരു ഭീകരത പടർത്തുന്നുണ്ടായിരുന്നു. അവർ അനാമികയുടെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ വിവരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അനുമോളുടെ മാറ്റങ്ങളെക്കുറിച്ചും പാവയെക്കുറിച്ചും കേട്ടതും അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനായി പറഞ്ഞു, എൻ്റെ മകളെക്കുറിച്ച് അനാവശ്യം പറയരുത്. അവൾക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം അന്ന് കൃത്യമായി ചെയ്തതാണ്. അതിനുശേഷം അദ്ദേഹം അവരോട് ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിച്ചു. ഉടൻ തന്നെ അവരെ ഇറക്കിവിട്ട് അയാൾ വാതിൽ ശക്തിയായി അടച്ചു. അവർ നിരാശരായി തിരികെ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നും ആരോ വിളിക്കുന്നത് കേട്ട് അവർ തിരിഞ്ഞു നോക്കി. അനാമികയുടെ അമ്മയായിരുന്നു അത്. നിറഞ്ഞ കണ്ണുകളോടെ അവർ ഗോകുലിനടുത്തേക്ക് വന്നു. ശബ്ദം താഴ്ത്തി പറഞ്ഞു, മോളെക്കുറിച്ചുള്ള സത്യങ്ങൾ അച്ഛൻ പുറത്തു പറയാത്തതാണ്. 2 വർഷത്തിനു മുന്നേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഭയാനകമായ പ്രശ്നങ്ങൾ അവളുടെ അനിയത്തി അവന്തികയ്ക്കുമുണ്ടായിരുന്നു. അന്ന് രുദ്രൻ നമ്പൂതിരി എന്ന തിരുമേനിയെ കണ്ട് കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവന്തികയുടെ ജീവൻ രക്ഷിക്കാനായത്. നിങ്ങൾ ഉടനെ അദ്ദേഹത്തെ പോയി കാണണം. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നടന്നാൽ അവിടെ കടവ് കാണാം. വള്ളക്കാരനോട് പറഞ്ഞാൽ മതി, തിരുമേനിയുടെ ഇല്ലത്തേക്ക് എത്തിച്ചോളൂ. അതും പറഞ്ഞ് ആരെയോ പേടിച്ചെന്ന പോലെ അവർ വേഗം വീടിനുള്ളിലേക്ക് മറഞ്ഞു. വള്ളം തീരത്തോടടുക്കുമ്പോൾ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ആ കൊച്ചു തുരുത്തിൽ ഒറ്റപ്പെട്ട നിലയിലുള്ള ഒരു പഴയ ഇല്ലം അവർ കണ്ടു. അസ്തമയ സൂര്യന്റെ ചുവപ്പിൽ ആ തുരുത്താകെ നിഗൂഢമായ ഒരു ഇരുളിനാൽ പുതിയപ്പെട്ടിരുന്നു. അവിടെ ആ ഒരു വീട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ പ്രദേശം വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നു. അവിടെ രുദ്രൻ നമ്പൂതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. നരച്ച താടിയും മുടിയും കണ്ണുകളിൽ തിളങ്ങുന്ന അതീന്ദ്രിയമായ പ്രസാദവുമുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാലം വരുത്തിയ അടയാളങ്ങൾ തെളിഞ്ഞു കാണാം. അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ തിരുമേനി അഗാധമായ ചിന്തയിലാണ്ടു. എന്നാൽ അദ്ദേഹം എന്തെങ്കിലും പറയുന്നതിനു മുൻപേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അനാമികയുടെ അച്ഛനും അമ്മയും പെട്ടെന്ന് അവിടേക്ക് കയറി വന്നു. അകത്തേക്ക് കടന്നുവന്ന അശോകന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി തിരുമേനി ഗൗരവത്തിൽ ചോദിച്ചു, അശോക, 2 വർഷം മുമ്പ് മകളുടെ ആത്മാവിനെ തടിയിൽ തീർത്ത ഒരു ചെറിയ രൂപത്തിൽ ആവാഹിച്ചു തരുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കുടിയിരുത്തണമെന്ന്? ഏതമ്പലത്തിലാണ് നീ അത് ചെയ്തത്? തിരുമേനിയുടെ ചോദ്യത്തിന് മുന്നിൽ വിതുമ്പിക്കൊണ്ട് അശോകൻ ആ സത്യം വെളിപ്പെടുത്തി. തിരുമേനി, എൻ്റെ മകളെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ തളച്ചിടാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ആ രൂപത്തെ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാവയ്ക്കുള്ളിലാക്കി ഞാൻ പുഴയിലൊഴുക്കി.
ആ ഒഴുക്കിനൊപ്പം അവൾ സ്വതന്ത്രമാവട്ടെ എന്ന് ഞാൻ കരുതി. അവൾ എപ്പോഴും സ്വാതന്ത്ര്യത്തോടെ അവൾക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വിഹരിക്കണം എന്ന എൻ്റെ സ്വാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അതൊരു വലിയ തെറ്റായി മാറുമെന്ന് ഞാൻ കരുതിയില്ല. അശോകന്റെ വാക്കുകൾ കേട്ട് രുദ്രൻ നമ്പൂതിരി ദേഷ്യത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നിന്റെ സ്വാർത്ഥത കാരണം ഇപ്പോൾ ഒരു പിഞ്ചുകുഞ്ഞിന്റെ ജീവനല്ലേ അപകടത്തിലായത്? അന്ന് അവൾ അനിയത്തിയെ തേടി വന്നത് സ്നേഹം കൊണ്ടായിരിക്കാം. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അവൾ പകയുള്ളവരുടെ അടുത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊരു വലിയ അപകടമാണ്. തന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ കാരണം തനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ തിരുമേനി തന്റെ മകനെ അവർക്കൊപ്പം അയക്കാമെന്ന് ഉറപ്പു നൽകി. തുടർന്ന് പൂജിച്ച ഒരു തകിടുമാല ഗോകുലിന് നേരെ നീട്ടി അദ്ദേഹം പറഞ്ഞു, അനാമികയുടെ ആത്മാവ് ഇപ്പോൾ നിങ്ങളുടെ മകളുടെ ശരീരത്തിലാണുള്ളത്. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ഇന്ന് രാത്രി തന്നെ ഈ മാല കുട്ടിയെ അണിയിക്കണം. അവൾ ശക്തിയായി എതിർത്തേക്കാം, പക്ഷേ ഈ മാല കഴുത്തിൽ വീണാൽ പിന്നെ അവൾക്ക് ആ ശരീരത്തിൽ തുടരാൻ കഴിയില്ല. ആ പാവയ്ക്കുള്ളിലെ തടിരൂപവും കുട്ടിയുമായി എത്ര രാത്രിയായാലും ഇവിടെ തിരിച്ചെത്തണം. നാളത്തെ അമാവാസി കഴിയാനാണ് അവൾ ഇത്രയും ദിവസം കാത്തിരുന്നത്. അത് കഴിഞ്ഞാൽ അവളുടെ ശക്തി കൂടും. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഉടൻ തന്നെ ഹോമം നടത്തി ആത്മാവിനെ പുതിയൊരു തടിരൂപത്തിലേക്ക് ആവാഹിച്ച് ഏതേലും അമ്പലത്തിൽ കുടിയിരുത്തണം. ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു പോയ ഗോകുലും മനുവും ഗായത്രിയും ഒട്ടും സമയം കളയാതെ രുദ്രൻ നമ്പൂതിരിയുടെ മകൻ ദക്ഷനുമായി ഗായത്രിയുടെ വീട്ടിലേക്ക് തിരിച്ചു. കാർ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചതും പ്രകൃതിയിൽ വല്ലാത്തൊരു മാറ്റം പ്രകടമായി. അസാധാരണമാം വിധം കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങി. ഒപ്പം അപ്രതീക്ഷിതമായി വലിയ തോതിൽ മഴയും പെയ്തിറങ്ങി. അവർ വേഗം വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. എന്നാൽ അവിടെ അവരെ കാത്തുനിന്ന കാഴ്ച ഭയാനകമായിരുന്നു. അനുമോൾ സ്വീകരണമുറിയിൽ വല്ലാത്തൊരു ഭാവത്തിൽ അത്യന്തം പ്രകോപിതയായി നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ ഗായത്രി മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തത്ര പക നിറഞ്ഞിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഗായത്രിയുടെ അച്ഛനും അമ്മയും അമ്പരപ്പോടെ ആ കാഴ്ച നോക്കി നിൽക്കുകയായിരുന്നു. അവർ ഉള്ളിലേക്ക് കയറിയതും അനുമോൾ ഭയാനകമായ ഒരു സ്ത്രീ ശബ്ദത്തിൽ അലറി, നീ വരുമെന്നെനിക്കറിയാമായിരുന്നു ദക്ഷ. പക്ഷേ നീയല്ല. നിന്റെ അച്ഛൻ രുദ്രൻ വിചാരിച്ചാൽ പോലും എന്നെ തളയ്ക്കാൻ കഴിയില്ല. ഇവരെ രണ്ടുപേരെയും കൊല്ലുന്നതുവരെ ഞാൻ അടങ്ങില്ല. വാക്കുകൾ തീരും മുമ്പ് അമാനുഷികമായ വേഗത്തിൽ അവൾ ഗായത്രിയുടെ അടുത്തു ചെന്ന് കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ഉയർത്തി. ആ സമയം വീട്ടിനുള്ളിലെ ജനൽ ചില്ലുകൾ അസാധാരണമായ ശബ്ദത്തോടെ തകർന്നു വീഴുകയും ലൈറ്റുകൾ മിന്നിത്തുടങ്ങുകയും ചെയ്തു. തടയാൻ വന്ന മനുവിനെയും ഗോകുലിനെയും ഒരു കളിപ്പാവയെപ്പോലെ അവൾ ദൂരേക്ക് തെറിപ്പിച്ചു. തറയിൽ വീണ ഗോകുൽ നോക്കുമ്പോൾ അനുമോളുടെ മുഖം ഇരുണ്ട് വിരൂപമാകുന്നതും കണ്ണുകൾ രക്തവർണമായി മാറുന്നതും കണ്ട് അവൻ ഭയന്നുപോയി. ഉടൻ തന്നെ ദക്ഷൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം അന്തരീക്ഷത്തിലേക്കെറിഞ്ഞ് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അതോടെ അവളുടെ ശക്തി കുറഞ്ഞു തുടങ്ങി. അവൾ ചെവി പൊത്തിപ്പിടിച്ച് നിലവിളിച്ചുകൊണ്ട് തറയിൽ കിടന്ന് പിടഞ്ഞു. ആ നിമിഷം പാഞ്ഞെടുത്ത ഗോകുൽ തൻ്റെ കയ്യിലിരുന്ന മന്ത്രമാല അവളുടെ കഴുത്തിലണിയിച്ചു. പെട്ടെന്നു തന്നെ ഒരു പുകച്ചുരുളെന്ന പോലെ എന്തോ ഒന്ന് അവളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോവുകയും അനുമോൾ ബോധരഹിതയായി താഴെ വീഴുകയും ചെയ്തു. മനു വേഗം പാവയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ആ തടിരൂപം കൈക്കലാക്കി. ഒട്ടും വൈകാതെ ബോധമില്ലാത്ത കുട്ടിയെയും ആ തടിരൂപവുമായി അവർ വീണ്ടും രുദ്രൻ നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് പുറപ്പെട്ടു. അതേസമയം ഇല്ലത്ത് രുദ്രൻ നമ്പൂതിരി ഹോമകുണ്ടമൊരുക്കി ആത്മാവിനെ കുടിയിരുത്താനുള്ള കർമ്മങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അനാമികയുടെ മാതാപിതാക്കളും അദ്ദേഹത്തെ സഹായിക്കാൻ കൂടെയുണ്ടായിരുന്നു. അപ്പോഴാണ് ദക്ഷൻ ആ തടിരൂപവുമായി അവിടേക്ക് വേഗത്തിൽ കടന്നുവന്നത്. പിന്നാലെ അനുമോളെയും എടുത്തുകൊണ്ട് ഗോകുലും മറ്റുള്ളവരുമെത്തി. കുട്ടിയെ മടിയിലിരുത്തി ഹോമകുണ്ടത്തിന് മുന്നിലിരിക്കാൻ തിരുമേനി ഗോകുലിനോട് ആവശ്യപ്പെട്ടു. തിരുമേനി മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ടുകൊണ്ട് ഹോമത്തിലേക്ക് ഭസ്മമെറിഞ്ഞതും അന്തരീക്ഷമാകെ പെട്ടെന്ന് മാറിമറിഞ്ഞു. അത്യുഗ്രമായ ഒരു കാറ്റ് ഇല്ലത്തിന്റെ ഉമ്മറത്തേക്ക് ആഞ്ഞു വീശുകയും അവിടെ തെളിച്ചുവെച്ചിരുന്ന വിളക്കുകളെല്ലാം ഒന്നൊന്നായി അണയുകയും ചെയ്തു. ചുറ്റും കനത്ത ഇരുൾ പടർന്ന ആ നിമിഷം ആ കൊച്ചുതുരുത്തിനെ ഒന്നാകെ വിറപ്പിച്ചുകൊണ്ട് അനാമികയുടെ ഭയാനകമായ അട്ടഹാസം പ്രകൃതിയിൽ മുഴങ്ങിക്കേട്ടു. കാറ്റിന്റെ ഇരമ്പലിനൊപ്പം കേട്ട ആ നിലവിളി അവിടെയുണ്ടായിരുന്നവരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി. അന്തരീക്ഷത്തിൽ അനാമികയുടെ ആ ഭയാനകമായ അട്ടഹാസം മുഴങ്ങിയപ്പോൾ ഹോമകുണ്ടത്തിനരികിലിരുന്ന അവളുടെ മാതാപിതാക്കൾ തകർന്നുപോയി. വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾ നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകളുടെ ശബ്ദം, പക്ഷേ അതിൽ സ്നേഹത്തിന് പകരം പകയും ദേഷ്യവും മാത്രം. ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ അവർ വിങ്ങിപ്പൊട്ടി. തങ്ങളുടെ മകൾ ഒരു ആത്മാവായി മാറി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കാണേണ്ടി വന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും നിസ്സഹായത ആ ഇരുട്ടിൽ ദയനീയമായിരുന്നു. ഇരുട്ടിൽ മുഴങ്ങിയ ആ അട്ടഹാസത്തിന് നേരെ തിരുമേനി ഗർജിച്ചു. നിന്റെ അട്ടഹാസം നിർത്തൂ അനാമികേ, എന്തിനാണ് ഈ കൊലച്ചിരി? അന്തരീക്ഷത്തിൽ എവിടെ നിന്നില്ലാതെ അവളുടെ ശബ്ദം പ്രതിധ്വനിച്ചു. എന്നെ തളയ്ക്കാൻ നിനക്കാവില്ല രുദ്ര. ഈ കുട്ടിയിലൂടെ ഇവരെ ഓരോരുത്തരെയും ഞാൻ ഇല്ലാതാക്കും, അല്ലാതെ ഞാൻ അടങ്ങില്ല. തിരുമേനി ശാന്തനായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിനക്കതിന് കഴിയില്ല അനാമികേ. അതിനു മുൻപേ നിന്നെ ഞാൻ തളയ്ക്കും. ഈ സമയമത്രയും ദക്ഷൻ കണ്ണുകളടച്ച് മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരുന്നു.
അവൾ വീണ്ടും ഭ്രാന്തമായി ചിരിച്ചപ്പോൾ തിരുമേനിയുടെ ഭാവം മാറി. എന്നിട്ട് പറഞ്ഞു, നീ സ്ത്രീയാണ്, സ്ത്രീ അമ്മയാണ്, അമ്മ ഭൂമിയാണ്. ആ ഭൂമിക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന കത്തിക്കൊണ്ട് കൈവെള്ളം മുറിച്ച് ആ ചോര ഹോമകുണ്ഡത്തിലേക്ക് തുള്ളികളായി ഇറ്റിച്ചു. ചോര വീണതും ഹോമകുണ്ഡത്തിലെ അഗ്നി ആകാശത്തോളം ഉയർന്നു. വലിയൊരു കാറ്റിൽ ചുറ്റുമുള്ളവർ തെറിച്ചു പോകുന്നത് പോലെ അന്തരീക്ഷം പ്രകമ്പനം കൊണ്ടു. ദക്ഷന്റെ കയ്യിലിരുന്ന ആ പഴയ തടിരൂപം അവൻ അഗ്നിയിലേക്ക് എറിഞ്ഞു. വായുവിൽ ഭയാനകമായ മന്ത്രങ്ങൾ മുഴങ്ങിയതോടെ പ്രകൃതി പെട്ടെന്ന് നിശബ്ദമായി. അല്പം മുൻപ് വരെ അലറിക്കൊണ്ടിരുന്ന ആ ശബ്ദം പതുക്കെ വിതുമ്പലായി മാറി. വേണ്ട, എന്നെ തളയ്ക്കരുത്, ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. അതീവ ദയനീയമായിരുന്നു ആ വാക്കുകൾ. പക്ഷേ തിരുമേനി പിന്മാറിയില്ല. നീ ആത്മാവാണ് അനാമികേ, നിനക്ക് മനുഷ്യരുടെ ഇടയിൽ സ്ഥാനമില്ല. അദ്ദേഹം അവസാന ഉരുപിടി ഭസ്മം പുതിയ തടിരൂപത്തിന്മേലെറിഞ്ഞ് മന്ത്രം പൂർത്തിയാക്കിയതോടെ ആ രക്തദാഹിയായ ആത്മാവ് തടിയുടെ പുതിയ സ്ത്രീരൂപത്തിലേക്ക് ആവാഹിക്കപ്പെട്ടു. ഇല്ലം പെട്ടെന്ന് ശാന്തമായി. കാറ്റും മഴയും നിലച്ചു. അനുമോൾ ഗോകുലിന്റെ മടിയിൽ ശാന്തമായി ഉറങ്ങി. തിരുമേനി ആ പുതിയ തടിരൂപം അശോകന്റെ കയ്യിലേക്ക് നൽകിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു, നാളെ തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഇവളെ കുബീരുത്തണം. ഇനി അബദ്ധം സംഭവിക്കരുത്. തുടർന്ന് അശോകന്റെ ഭാര്യയെ നോക്കി അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഇത്തവണ നിങ്ങൾ കൂടെ പോയി അത് കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വിവരമറിയിക്കുകയും വേണം. അവർ പടിയിറങ്ങുമ്പോൾ പുലർക്കാലത്തിന്റെ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പ്രകൃതി ശാന്തമെങ്കിലും അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഹോമത്തിന്റെ പുകമണം തങ്ങി നിന്നു. ഗോകുലും കുടുംബവും വള്ളത്തിൽ കയറി അകന്നുപോകുന്നത് നോക്കി ദക്ഷനും രുദ്രൻ നമ്പൂതിരിയും കുറച്ചുനേരം നിശബ്ദരായി നിന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാർമേഘങ്ങൾ ഒഴിഞ്ഞുമാറി പതുക്കെ വെളിച്ചം പടർന്നു തുടങ്ങിയിരുന്നു. എന്നാൽ ആ വള്ളത്തിനുള്ളിൽ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഗോകുലിന്റെ ചുമലിൽ തല ചായ്ച്ചു കിടന്ന ഗായത്രിയുടെ ചുണ്ടിൽ അതിനിഗൂഢമായ ഭയാനകമായ ഒരു ചിരി വിരിഞ്ഞു.